എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വരോട് ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്ന 11 സെൻറ്റ് സ്ഥലവും 1870 സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ. 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. വെള്ള സൗകര്യത്തിന് ഓപ്പൺ കിണറുണ്ട്, ബോർവെല്ലുണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്. 3 തരം സോഴ്സുകളാണ് വെള്ളത്തിനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചുറ്റും മതിൽ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. വീടും പരിസരമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വർക്ക് ചെയ്ത വീടാണ് കേട്ടോ അത്. നമുക്ക് ആദ്യം 4 ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് വീടിൻ്റെ ഒരു സൈഡാണ്. കണ്ട ഷീറ്റൊക്കെ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ വെക്കാനുള്ള സ്ഥലമാണ്. ഇനി ഇവിടെ തുണികൾ ഉണക്കാൻ ഉപയോഗിക്കാം. ഇത് അലക്ക് കല്ലുണ്ട്. അതാണ് ഓപ്പൺ കിണർ. ഓപ്പൺ കിണർ ഒരു സ്റ്റെപ്പിന് താഴെ കേട്ടോ. ഓപ്പൺ കിണർ എല്ലാ കാലത്തും സദാസമയം വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറാട്ടോ. ഓപ്പൺ കിണറിൻ്റെ സൈഡ് മുതലൊക്കെ കണ്ട ഉയരത്തിൽ ഗ്രില്ലൊക്കെ വെച്ച്, ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ വെച്ച് ഹൈറ്റിൽ സേഫ്റ്റി ആക്കി നിർത്തിയിട്ടുണ്ട്. കണ്ട ധാരാളം വെള്ളം എപ്പോഴും ഉണ്ടാവും. ഈ വീട് വെറും 6 വർഷത്തെ പഴക്കമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് പണിയെടുത്തതാണ്. ഇതാണ്ടോ കൊതുക് നെറ്റ് അടക്കം എല്ലാ ഡോറിലും ജനലിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊതുക് പ്രാണികളൊക്കെ കിടക്കാതിരിക്കാൻ. ഇത് അടുക്കളയുടെ പുറകുവശം. ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതാ മുൻവശത്തെ കാഴ്ച നോക്കുകയാണെങ്കിൽ ഇതാണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ലൊരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറികളായാലും ചെറിയ ചെറിയ ഫലവൃക്ഷങ്ങളാണെങ്കിലും എല്ലാം നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുവിധം എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഇതിലുണ്ട്. അല്ല ചക്കയൊക്കെ വളരെ താഴത്ത് കണ്ടോ, വേരിലാണ് കായ്ച്ചിട്ടുള്ളത്. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പൂച്ചെടികളുണ്ട്. അവിടുന്ന് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് കിച്ചൺ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കൂടാണ്. കോഴിക്കൂട് അതിൻ്റെ ഉള്ളിൽ വേറൊരു കൂടുണ്ട്. നല്ല സേഫ്റ്റിയാണ്. മുകളിൽ നിന്ന് വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ആംബിയൻസാണ്. ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു വൃത്തിയും നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഓരോ വർക്കും ക്ലിയർ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്ററേ ദൂരമുള്ളൂ കേട്ടോ. എല്ലാവിധ ആരാധനാലയങ്ങളും സ്കൂള്, പള്ളി, മദ്രസ ഒക്കെ ചുറ്റുഭാഗത്തുള്ളൊരു നല്ലൊരു ഏരിയയാണിത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ വഴി ഡോറ് ഇറങ്ങുന്ന ഭാഗം കിഴക്ക് ഭാഗത്തേക്കാണ്. റോഡ് നിൽക്കുന്നത് തെക്ക് ഭാഗത്തായതുകൊണ്ട് വീട് തിരിഞ്ഞ് നിൽക്കുന്നത് തെക്ക് ഭാഗത്തേക്കാണ് കേട്ടോ. കണ്ടോ ഈ ഫ്രണ്ട് ഡോറിനടക്കം കൊതുകിൻ്റെ നെറ്റുണ്ട്. നല്ല വലിയൊരു ഡോറ്, ചെറിയൊരു സിറ്റ് ഔട്ട് കടന്ന് മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് വന്ന നല്ല വലിയൊരു ഹാള്. കണ്ടോ നല്ല വർക്കാണ്. ഇതിൻ്റെ ഓരോ പോയിൻറ്റും വളരെ കൃത്യമായിട്ട് ഭംഗിയോടുകൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. ഹാളിൽ സോഫ സെറ്റ്, TV ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഷോക്കേസും ഒക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഒരു ഡൈനിങ് ഏരിയ. ആ ഡൈനിങ് ഏരിയ ഇതാ ലെഫ്റ്റിൽ ഒരു പൂജാമുറി, മുകളിൽ കളർ കോമ്പിനേഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചില്ലുകൾ ഇട്ടിട്ട് ഇതാണ് ഇപ്പോൾ ആ കിച്ചൺ ഗാർഡനിലേക്ക് തുറക്കുന്ന ഒരു വഴി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം വേണമെങ്കിൽ. അതും നെറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഡോറുകളൊക്കെ തുറന്ന് ഇങ്ങനെ ഇരുന്നാൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ആംബിയൻസാണ്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാം, ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ അവിടെ. അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. അതിൻ്റെ തൊട്ട് തന്നെയാണ് ഒരു ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമൊക്കെ എന്താ വലിപ്പിച്ചിട്ടാണ്, അത് വന്ന് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. നല്ല വലിപ്പമുണ്ട്. വലിയ വലിയ മാസ്റ്റർ ബെഡുകൾ ഇടാൻ പറ്റിയ റൂമുകളാണ്. എല്ലാവിധ വർക്കും ഷെൽഫ് വർക്കും ഒക്കെ കഴിഞ്ഞാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡുമാണ്. കണ്ടോ അധികമൊന്നും ഉപയോഗിക്കാത്ത ബാത്റൂമുകളാണ്. നല്ല ഫ്രഷ്നെസ്സും ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ട് വർക്ക് ചെയ്തതാണ് കേട്ടോ. അതൊരു വലിയ ബെഡ്റൂം. അത് കടന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എത്തി. ഇതാ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. അതിൻ്റെ തൊട്ടാണ് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം. അതും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. LP, UP, ഹയർ സെക്കൻഡറി
എന്നീ സ്കൂളുകളൊക്കെ ഈ വീടിൻ്റെ പരിസരത്തുള്ളതാണ്. കൂടാതെ ഒറ്റപ്പാലം ടൗണിൽ എല്ലാവിധ ആശുപത്രി സൗകര്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു ഏരിയയാണ് കേട്ടോ അത്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. അതും നല്ല വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള ഫിനിഷിങ്ങുള്ള ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. ഇതാ ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ബേസിൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്ത് അതിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്, കോണിയുടെ സൈഡിൽ. അതിൻ്റെ തൊട്ട് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് കിച്ചൺ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണുമാണ്. കബോർഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിമ്മിനി കണ്ടില്ലേ, ഇതിൻ്റെ ടൈലൊരു വേറൊരു മോഡലാണ് കിച്ചണിലത്തെ. എല്ലാവിധം ഉണ്ടോ, ഷെൽഫ് വർക്കൊക്കെ നല്ല മരം കൊണ്ടും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. വാങ്ങുന്നവർക്ക് ഈ വീടൊരു മുതലാട്ടോ. അതാണ്ട് അതൊക്കെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടൊരു പ്രത്യേക ഭംഗിയിലാണ് ഇവിടെ ഈ ഭാഗം. കാരണം നല്ലൊരു ഏരിയയാണ്, മെയിൻ റോഡിൽ നിന്ന് വലിയ ദൂരമല്ല. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത നല്ല ക്വാളിഫൈഡ് സാധനങ്ങൾ ഇട്ടിട്ട് വർക്ക് ചെയ്ത വീടാണ്. താല്പര്യമുള്ളവർ വന്ന് കണ്ടോളൂ. ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. അടുക്കളയിൽ നിന്ന് അടുത്ത ഒരു എക്സ്റ്റൻഷൻ ഈ ഭാഗത്ത് കേട്ടോ. ഇത് വേറൊരു ഏരിയയാണ്, അടുക്കളയുടെ ഒരു വർക്ക് ഏരിയ പോലെ വീണ്ടും ഒരു സെക്ഷൻ. ഇവിടെയും അത്യാവശ്യം നല്ല റാക്കും സെറ്റിങ്സൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എയർ പാസിങ്ങിന് കണ്ടോ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള ഡോറ്, അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ. കാരണം ഓരോ ഏരിയയിലും വീടും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വിളിക്കാറുണ്ട്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കണ്ടില്ല, നല്ല തേക്കിൻ്റെ കൈവരി ഗ്ലാസ് ഇട്ടിട്ട് ഗ്രാനൈറ്റും ടൈൽസും കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റെപ്പുകൾ. ഇവിടെ കണ്ടില്ലേ നല്ലൊരു വെൻറ്റിലേഷൻ. ഈ വീടിൻ്റെ ഓരോ ഭാഗവും നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. സ്റ്റെയർ കേസ് വഴി വന്നു കഴിഞ്ഞാലുള്ളത് ഒരു സ്പേസാണിത്. ഇവിടുന്ന് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, ബാൽക്കണി അങ്ങനെയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഇത് വീടിൻ്റെ മുൻവശത്തുള്ള ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതിലും കണ്ടില്ല ഡോറിലൊക്കെ ജനലിലൊക്കെ നെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൊതുക് പ്രാണികളൊക്കെ വരാതിരിക്കാനുള്ള നെറ്റ്. ഇതാണ് ഇതിലെ ബാത്റൂം. ഇതൊന്നും ഇവർ അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ്നെസ്സാണ് ഇപ്പോഴും. ഈ ബെഡ്റൂമിൽ പുറത്തേക്കിരിക്കാനുള്ള നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുൻവശം മൊത്തം കാണാവുന്ന തരത്തിൽ. ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി കണ്ട, ഇത് നെറ്റൊക്കെ ഇട്ടിട്ട് കൊതുകിൻ്റെ കണ്ട, ഡോറ് കൂടാതെ എക്സ്ട്രാ ഒരു നെറ്റിൻ്റെ ഡോറ്. അത് കഴിഞ്ഞാണ്ട പുറത്തേക്കുള്ള കാഴ്ച നല്ലൊരു കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ബാൽക്കണി. നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലം കേട്ടോ അത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസിൽ. അതിൻ്റെ കാഴ്ചയാണത്. ആ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ വീണ്ടും റൂമിലേക്ക് വന്നു. റൂമിൽ നിന്ന് വീണ്ടും ആ ഒരു സ്പേസ് എത്തി. ഇതാണ് ആ ഓപ്പൺ ടെറസിലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഷീറ്റൊക്കെ ഇട്ടിട്ട്. ആ ഭാഗമാണിത്. ഇവിടെ നല്ല പൂച്ചെടികളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാങ്ങുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് വൈറ്റ് വാഷ് ചെയ്യാം. അപ്പോൾ പിന്നെ പുത്തൻ വീടായി, ഫ്രഷ്നെസ് നല്ല കിട്ടും. ഇതിവിടെ കണ്ടില്ലേ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം മുകളിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക്. ഇത് വേറൊരു സിസ്റ്റം, സ്റ്റോറേജ് പോലെയൊക്കെ നമുക്ക് വാങ്ങുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അതങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് അടുത്ത ബെഡ്റൂം, 2ാമത്തെ ബെഡ്റൂം. എന്താ അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള റൂമുകളാണ്. വന്ന് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ അധികം ഉപയോഗിക്കാത്ത ഭാഗങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഓരോ പോയിൻറ്റും കൃത്യമായി ചെയ്ത വീടാത്. 11 സെൻറ്റ് സ്ഥലമുണ്ട്. വെള്ളത്തിന് 3 സോഴ്സ് ഉണ്ട്. 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വീട്. ഫുള്ള് വെട്ടുകല്ല്. 6 വർഷം മാത്രം പഴക്കം. കണ്ടോ എന്താ ബാത്റൂം കണ്ടോ, അതൊന്നും ഉപയോഗിച്ചിട്ട് തന്നെയല്ല. 43 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത് കേട്ടോ.
എങ്കിലും നെഗോഷ്യബിളാണ്, നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുന്നതാണ്. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഓപ്പൺ സ്പേസിലേക്ക് വന്നു. ഇതാണ് പുറത്തേക്കുള്ള വീണ്ടും ഒരു ഓപ്പൺ ടെറസ്. അവിടെ അടക്കം ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിലത്ത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത്, ടാപ്പ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇതാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. ഇത് മുകളിലേക്കുള്ള കോവണിയാട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.